ഹലോ, ഞാൻ റിയാസ് മുനമ്പി. ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഏറെയാണ്. അത് കുടുംബമാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, ആരോഗ്യമാകട്ടെ, അങ്ങനെ എന്തുമാകട്ടെ. ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്കുള്ളപ്പോഴും നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാണ്, പല പരാതികൾ പറയുന്നവരാണ്. ഇന്ന് നമ്മളെല്ലാം അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം ഇല്ലാത്തവൻ്റെ സ്വപ്നങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, പക്ഷെ പലപ്പോഴും അത് പ്രയാസകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, അതിനെക്കുറിച്ച് പരാതി പറയുന്നുവെങ്കിൽ, ആ ജോലി തേടി അലയുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ സ്വപ്നമാണ് ഒരു ജോലി എന്നത്. അതുപോലെ തന്നെ കുടുംബം, ഭാര്യ, മക്കൾ, ഭർത്താവ്, പലപ്പോഴും കുടുംബത്തിൽ കലഹങ്ങളും പിണക്കങ്ങളും ദേഷ്യപ്പെടലും അടിയും വിടിയുമായി. ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കറിയും, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിങ്ങളുടെ കുടുംബം അനാഥമാക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പലതവണ വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന നിങ്ങളുടെ വിവാഹ ജീവിതമുണ്ടല്ലോ, ഇന്നും വിവാഹം നടക്കാത്തവരുടെ സ്വപ്നമാണ്. ഇന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്ന നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ കുട്ടികൾ, എത്രയോ കുട്ടികളില്ലാത്ത ആളുകളുടെ, അതിനുവേണ്ടി നേർച്ചകളും വഴിപാടുകളും നടത്തി പ്രാർത്ഥനയിൽ മുഴുകി കഴിയുന്ന ആളുകളുടെ സ്വപ്നമാണെന്നറിയുന്നു. ഇന്ന് ഒരുപാട് പോരായ്മകളുള്ള നിങ്ങൾ കയറി കിടക്കുന്ന നിങ്ങളുടെ കൊച്ചു വീടുണ്ടല്ലോ, വീടില്ലാത്തവൻ്റെ സ്വപ്നമാണെന്നറിയാം. നിങ്ങളുടെ ചെറിയ സമ്പാദ്യം കുറഞ്ഞു പോയല്ലോ എന്ന് സങ്കടപ്പെട്ട് കഴിയുമ്പോൾ, അതിനുവേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ കടം കയറി ആത്മഹത്യ ചെയ്യുന്നവൻ്റെ സ്വപ്നമാണ് ചെറിയൊരു സമ്പാദ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ആരോഗ്യമുണ്ടല്ലോ, ഒരുപാട് രോഗികളുടെയും ആരോഗ്യം നഷ്ടപ്പെട്ടവരുടെയും ആശയും അഭിലാഷവും സ്വപ്നവുമാണ്. നിങ്ങളുടെ പുഞ്ചിരി പോലും വിഷമിക്കുന്നവൻ്റെ സ്വപ്നമാണ്. അങ്ങനെ നിങ്ങൾ ഇന്ന് വില കുറച്ച് കാണുന്ന നിങ്ങളുടെ സൗഭാഗ്യങ്ങളൊക്കെയും അവകളില്ലാത്തവൻ്റെ സ്വപ്നത്തിലെ ആഡംബരങ്ങൾ മാത്രമാണ്. കിട്ടിയ അനുഗ്രഹങ്ങൾ ശപിക്കാതെ, ഇല്ലാത്തതിൻ്റെ പിന്നാലെ ഓടാതെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും അതിൽ സന്തോഷം കണ്ടെത്താനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയിൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ.